നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യുദ്ധത്തിൻ്റെ ഭാവവും രൂപവും മാറുന്നു. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ടെഹ്റാന് നേർക്ക് അതിമാരകമായ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിൽ ഇപ്പോഴിതാ ഇറാൻ മധ്യേഷ്യ ലക്ഷ്യമാക്കി കൂടുതൽ ആക്രമണങ്ങൾ തുടക്കുന്നു. സൈപ്രസിലുള്ള ബ്രിട്ടീഷ് സൈനിക കേന്ദ്രത്തിന് നേർക്ക് രണ്ടാം വട്ടവും ഇറാൻ മിസൈൽ തൊടുത്തു. ദ്വീപിലേക്ക് ഇറാൻ തൊടുത്ത 2 ഡ്രോണുകൾ ബ്രിട്ടീഷ് റോയൽ ഫോഴ്സ് വെടിവെച്ച് വീഴ്ത്തി. ബ്രിട്ടീഷ് സേനാ കേന്ദ്രത്തിന് നേർക്ക് ഇന്നലെ രാത്രി കടുത്ത ആക്രമണമാണ് ടെഹ്റാൻ നടത്തിയത് എന്നതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ബ്രിട്ടൻ സേനാ കേന്ദ്രത്തിന് നേർക്ക് ഇറാൻ തൊടുത്തത് കാമിക്കാസെ ആക്രമണ ഡ്രോണുകൾ. സൈപ്രസിലേക്ക് പാഞ്ഞു വരുന്ന 2 സംശയാസ്പദ വസ്തുക്കൾ റഡാറിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇതിനെ തുടർന്നാണ് ഇന്റർസെപ്റ്ററുകൾ പ്രവർത്തിപ്പിച്ചതും ഈ ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതും. ഇതിനെ തുടർന്ന് പാഫോസ് വിമാനത്താവളം ഒഴിപ്പിക്കുകയും വിമാനങ്ങൾ നിലത്തിറക്കുകയും ചെയ്തു. സൈപ്രസിലെ RAF കേന്ദ്രത്തിലേക്ക് ഈ വിമാനങ്ങളിൽ കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുകയായിരുന്നു ബ്രിട്ടൻ. മിഡിൽ ഈസ്റ്റിലുടനീളം ഇപ്പോൾ ഇറാൻ ആക്രമണങ്ങൾ തുടക്കുന്നു. മെഡിറ്ററേനിയനിലുള്ള ബ്രിട്ടന്റെ വ്യോമത്താവളത്തിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തിയത് കരുതിക്കൂട്ടി തന്നെ. ബ്രിട്ടനെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം. ബ്രിട്ടൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാൽ റഷ്യയെ യുദ്ധക്കളത്തിലെത്തിക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ കണക്കുകൂട്ടുന്നത്. അമേരിക്കൻ സഖ്യത്തിലേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെത്തിയാൽ മറുവശത്ത് റഷ്യയും ചൈനയും തങ്ങൾക്കൊപ്പം അണിനിരക്കുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. സൈപ്രസിലെ പാഫോസിലെ പാസഞ്ചർ എയർ ടെർമിനലിൽ തിങ്കളാഴ്ച ഉച്ചഭക്ഷണ സമയത്ത് ഡ്രോണുകൾ റഡാറിൽ കണ്ടെത്തി. ഇതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചു. ദ്വീപിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പാഫോസ് വിമാനത്താവളം ബ്രിട്ടന്റെ RAF കേന്ദ്രത്തിൽ നിന്ന് വെറും 37 മൈൽ മാത്രമകലെ. ഇറാന് നേർക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് നേരത്തെ US UK അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഈ അഭ്യർത്ഥന കെയർ സ്റ്റാമർ അവഗണിച്ചു. ബ്രിട്ടന് നേർക്ക് ഇറാൻ തിരിച്ചതോടെ തങ്ങളും യുദ്ധത്തിലേക്ക് തിരിയുന്നു എന്ന സൂചനകൾ ബ്രിട്ടൻ നൽകി. ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച രാവിലെ ഇറാനെതിരെ ആക്രമണം തുടങ്ങുമ്പോൾ തങ്ങളെ പിന്തുണയ്ക്കാൻ ബ്രിട്ടൻ എത്താതിരുന്നതിൽ വലിയ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. സൈപ്രസിൽ വലിയ മുന്നറിയിപ്പുകളാണ് ഇപ്പോൾ ബ്രിട്ടൻ നൽകുന്നത്. ദയവായി നിങ്ങളുടെ വീടുകളിൽ തന്നെ മടങ്ങുക, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അകത്ത് തന്നെ തുടരുക, ജനാലകളിൽ നിന്ന് മാറി സുരക്ഷിത സ്ഥലത്തിരിക്കണമെന്ന നിർദ്ദേശമാണ് ബ്രിട്ടൻ മുന്നോട്ട് വെച്ചത്. ഗൾഫിലുടനീളം കുടുങ്ങിക്കിടക്കുന്നത് ഏകദേശം 94,000-ഓളം ബ്രിട്ടീഷ് പൗരന്മാരാണ്. സൈപ്രസിൽ 2,000-ഓളം ബ്രിട്ടീഷ് സൈനികരും അവരുടെ കുടുംബങ്ങളും താമസിക്കുന്ന താവളത്തിന് നേർക്കാണ് ഇറാൻ ആക്രമണം. ഇറാന് നേർക്കുള്ള ആക്രമണത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അനുമതി നൽകി 1 മണിക്കൂറിനകമാണ് സൈപ്രസിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചത് ഇറാൻ. UK താവളങ്ങളിൽ നിന്ന് ഇറാനിയൻ മിസൈൽ സൈറ്റുകളിലേക്ക് പ്രതിരോധ ആക്രമണങ്ങൾ തുടരുമെന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണത്തിൽ തികഞ്ഞ ജാഗ്രതയിലാണ് റഷ്യയും ചൈനയും. എന്നാൽ യുദ്ധമുന്നണിയിൽ പങ്കാളികളാകാൻ യാതൊരു വിധത്തിലും താൽപ്പര്യമില്ല എന്ന സൂചനകൾ ഇരു രാജ്യങ്ങളും നൽകുന്നു. മിഡിൽ ഈസ്റ്റിലുടനീളം തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് RAF ഉപയോഗിക്കുന്ന അക്രോതിരിയിലെ വ്യോമപ്രതിരോധ കേന്ദ്രത്തിലാണ്. മെഡിറ്ററേനിയൻ ദ്വീപിന് ചുറ്റുമുള്ള വ്യോമാതിർത്തിയിൽ എപ്പോഴും പെട്രോളിംഗ് നടത്താറുമുണ്ട് RAF സേന. സൈപ്രസിനും ബ്രിട്ടീഷ് സേനയുടെ സാന്നിധ്യം അനിവാര്യമാണ്. തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ബ്രിട്ടീഷ് സേന എപ്പോഴും സജ്ജമാണ് എന്ന് സൈപ്രസ് പറയുന്നു. മിഡിൽ ഈസ്റ്റിലെ വിദേശ പ്രവർത്തനങ്ങൾക്കും ഫാസ്റ്റ് ജെറ്റ് പരിശീലനത്തിനും ഫോർവേഡ് മൗണ്ടിംഗ് ബേസായി ഈ സൈനിക താവളം ബ്രിട്ടൻ ഉപയോഗപ്പെടുത്തുന്നു. ഇറാഖിന്റെ തെറ്റുകളിൽ നിന്ന് തങ്ങൾ പാഠം പഠിച്ചുവെന്ന് കെയർ സ്റ്റാമർ പറയുന്നു. ബ്രിട്ടീഷ് സഖ്യകക്ഷികളെ പ്രതിരോധിക്കുക എന്ന പരിമിതമായ നിർദ്ദിഷ്ട പ്രതിരോധ ലക്ഷ്യത്തിലേക്ക് മാത്രമേ തങ്ങൾ പ്രവർത്തിക്കൂ. എന്നാൽ ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ ബ്രിട്ടീഷ് ജീവനുകളെ സംരക്ഷിക്കേണ്ടത് തന്റെ ദൗത്യമാണ് എന്ന് കെയർ സ്റ്റാമർ വ്യക്തമാക്കി. ഇറാനിലെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളോ സംഭരണ ഡിപ്പോകളോ ആക്രമിക്കുക എന്ന നിർദ്ദിഷ്ടവും പരിമിതവുമായ പ്രതിരോധ ആവശ്യങ്ങൾക്ക് US തങ്ങളുടെ വ്യോമ സേനാ കേന്ദ്രങ്ങൾ ഉപയോഗപ്പെടുത്താം എന്ന് കെയർ സ്റ്റാമർ വ്യക്തമാക്കുന്നു. മെഡിറ്ററേനിയൻ പ്രദേശത്ത് തങ്ങളുടെ ജെറ്റുകൾ ആകാശത്തുണ്ട് എന്ന് ബ്രിട്ടൻ ഓർമ്മപ്പെടുത്തുന്നു. മിസൈലുകളെ അവയുടെ ഉറവിടത്തിൽ തന്നെ തകർക്കാനുള്ള എല്ലാ ശക്തിയും ഞങ്ങൾക്കുണ്ട്. നിരപരാധികളായ സാധാരണക്കാരെ കൊല്ലാനാണ് ഇറാൻ പദ്ധതിയിടുന്നത് എങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് കെയർ സ്റ്റാമർ വ്യക്തമാക്കി.
കെയർ സ്റ്റാമർ ബ്രിട്ടന്റെ നിലപാട് വ്യക്തമാക്കുന്നു. വളരെ വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇറാഖിൽ സംഭവിച്ച തെറ്റുകൾ നമുക്കെല്ലാം ഓർമ്മയുണ്ട്. ഞങ്ങൾ ആ പാഠങ്ങൾ പഠിച്ചു. ഇറാനെതിരായ പ്രാരംഭ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടില്ല. ഇപ്പോൾ ഞങ്ങൾ ആക്രമണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരില്ല. എന്നാൽ UK നമ്മുടെ സഖ്യകക്ഷികളുടെ മേഖലയിലെ നമ്മുടെ ജനങ്ങളുടെ കൂട്ടായ സ്വയം പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്നു. അടിയന്തര ഭീഷണി ഇല്ലാതാക്കാൻ എല്ലാ സഹകരണവും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഇറാന്റെ പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിന് ഇറാൻ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മേഖലയിലെ സഖ്യകക്ഷികളെ പ്രതിരോധിക്കേണ്ടത് ബ്രിട്ടന്റെ ദൗത്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പോർജെറ്റുകൾ ആകാശത്തുണ്ടായിരിക്കുമെന്ന് കെയർ സ്റ്റാമർ ഓർമ്മപ്പെടുത്തുന്നു. സൈപ്രസാണ് ഇറാൻ ലക്ഷ്യമിട്ടത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എങ്കിലും മേഖലയിലുടനീളം വ്യാപകമായി ആക്രമണം നടത്തുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് വളരെ യഥാർത്ഥവും ഉയർന്നു വരുന്നതുമായ ഒരു ഭീഷണി ഉണ്ട് എന്ന് വ്യക്തമാണ്. അത് കൂടുതൽ നടപടികളെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. വ്യക്തമാണ് കെയർ സ്റ്റാമറുടെ നിലപാട്. വേണ്ടി വന്നാൽ ഇറാനെതിരെ അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് യുദ്ധമുന്നണിയിൽ സജീവമാകും എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു. ഇതുതന്നെയാണ് ഇറാനും പ്രതീക്ഷിക്കുന്നത്. യുദ്ധമുന്നണിയിലേക്ക് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളെ എത്തിക്കുക. മറുവശത്ത് റഷ്യയും ചൈനയും തങ്ങൾക്കൊപ്പം യുദ്ധമുന്നണിയിലേക്ക് അണിചേരുമെന്ന് ഇറാന്റെ കണക്കുകൂട്ടൽ. ഒരു ലോകയുദ്ധമായി ഇതിനെ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ നടത്തുന്നു എന്ന് വ്യക്തം. മറുവശത്ത് മിഡിൽ ഈസ്റ്റിലുടനീളം അതിശക്തമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇപ്പോഴും ഇറാൻ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയിൽ ഇറാനിയൻ ഡ്രോൺ ആക്രമണം. സൗദി അറേബ്യയിലെ ആരംകോയുടെ റിഫൈനറിയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി നിർത്തിവെച്ചു. ഇറാനോട് ഉടൻ തന്നെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനമാണ് നേരത്തെ ട്രംപ് കൈമാറിയത്. എന്നാൽ ട്രംപുമായി ഒരു ചർച്ചയ്ക്ക് പോലും തങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ പറഞ്ഞു. ട്രംപിന്റെ അന്ത്യശാസനം തള്ളിക്കളഞ്ഞ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അതിശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് നടത്തുന്നു. പ്രതിദിനം ഏകദേശം 5,50,000 ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുകയും സൗദിയുടെ ഊർജ്ജ മേഖലയുടെ ആണിക്കല്ലായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്ലാന്റിൽ 2 മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇപ്പോൾ GCC രാജ്യങ്ങൾ ഒത്തുചേർന്ന് ചില ആലോചനകൾ നടത്തി. യുദ്ധമുന്നണിയിൽ സജീവമായില്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളിൽ ആശങ്ക പടരുമെന്ന് GCC രാജ്യങ്ങൾ വിലയിരുത്തി. ഇറാനുമായുള്ള US-ഇസ്രയേൽ യുദ്ധം 3ാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ഏറ്റവും പുതിയ ആക്രമണ പരമ്പര. കുവൈറ്റ് എംബസിക്ക് സമീപം നിരവധി US യുദ്ധവിമാനങ്ങൾ തകർന്നു വീണു. ഇറാൻ നടത്തിയ ആക്രമണങ്ങളിലാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തകർന്നു വീണത് എന്ന് ഇറാൻ പറയുന്നു. പുതിയ സ്ഫോടനങ്ങളിൽ നടുങ്ങി നിൽക്കുകയാണ് ദുബായ്, ദോഹ തുടങ്ങിയ മഹാനഗരങ്ങൾ. ഇറാനിൽ യുദ്ധം നീണ്ടുനിന്നാൽ അമേരിക്കയുടെ മിസൈലുകളുടെയും ഇന്റർസെപ്റ്ററുകളുടെയും ശേഖരം വറ്റിപ്പോകുമെന്നാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതിശക്ത സ്ഫോടനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് ഇറാൻ. മറുവശത്ത് ഇസ്രായേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ നിരയാണ് ഇപ്പോഴും ഇറാൻ തൊടുക്കുന്നത്. വരുന്ന 48 മണിക്കൂറുകൾ വളരെ ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും. ടെഹ്റാനെ പിളർത്തുക മാത്രമല്ല, ഇറാന്റെ ശക്തി കേന്ദ്രങ്ങൾ ഒന്നായി അടിച്ച് തകർക്കുക തന്നെയാണ് ഇരു രാജ്യങ്ങളുടെയും ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.